ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ വീട്ടിലെ മാതാപിതാക്കളിൽ എത്ര പേർക്ക് നമ്മളോട് സമാധാനം ഉണ്ട്? നോക്കുന്നതിന് കണക്കാ. ഇതിൻ്റെ സ്വർഗ്ഗമാണ് എന്നുള്ള ചിന്തയല്ല, നോക്കുന്നതിന് കണക്കാ. 3 മാസാ കണക്ക്, 4ആയി ആരും വിളിക്കുന്നില്ല. ഇതാ പരാതി. എത്രയെത്ര കുടുംബങ്ങളിൽ, എത്രയെത്ര ആളുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയിട്ട് എത്ര നിസ്കരിച്ചിട്ടും നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസ് പോയിട്ടും കാര്യമല്ല. ഏത് വലിയ പള്ളി കമ്മിറ്റീൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റ് ആയിട്ടും കാര്യമല്ല. സ്വന്തം ഉമ്മാനോടും ബാപ്പാനോടും ഏറ്റവും മര്യാദയോടെ പെരുമാറിയാലല്ലാതെ. അവരത്ര ആഗ്രഹിക്കുന്നു. ഞാനൊക്കെ ഇപ്പോൾ പറയലുണ്ട്, തമാശയാണ് കേട്ടോ, എല്ലാ മക്കളും അങ്ങനെയാണെന്നല്ല, നല്ല നിലക്ക് നോക്കുന്ന മക്കളുണ്ട്. മക്കൾക്ക് എന്തൊരു പുരോഗതി ഉണ്ടാകുന്നതും മാതാപിതാക്കൾക്ക് നല്ല സന്തോഷമാണ്. സത്യം, നിങ്ങൾ നന്നായി, നിങ്ങളൊക്കെ ഒരു അത്യാവശ്യം നല്ല നിലക്കെത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഉമ്മാര് പറയും ഓള് നല്ല നിലയിലാ. വിളിച്ചു നോക്കിയിട്ടില്ലെങ്കിലും പറയും ഓള് നല്ല നിലയിലാ, ഓളെ പിയാപ്പിള നല്ലൊരുത്തനാ, എൻ്റെ മോളെ ഭാഗ്യം കൊണ്ടാ കിട്ടിയതാ. നിങ്ങളെ വന്നു നോക്കലുണ്ടോ? ആന്നില്ല. അതേ പറയൂ അവര്, അതേ പഠിച്ചിട്ടുള്ളൂ രക്ഷിതാക്കള്. ഇനിപ്പണ്ട് ഗൾഫ് കൊണ്ടുപോകുന്നത് പോലും ഫാഷനാ. സ്വന്തം മക്കൾ ഗൾഫിലേക്ക് പോകാന്നറിയുമ്പോൾ വാപ്പാർക്കുമാർക്കൊക്കെ വലിയ സന്തോഷം തന്നെയാ. അവസാനം നാട്ടുകാരോട് മുഴുവനും പറയും, കദീഷുമ്മ എൻ്റെ മോളെ കൊണ്ടുപോകുക അവൻ ഗൾഫിക്ക്, ഞമ്മക്കില്ലാത്ത ഭാഗ്യം നമ്മളെ പെൺകുട്ടിയൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൂണ്ടി സന്തോഷം തന്നെയാ. അതുകൊണ്ട് നാട് മൊത്തം പറയും, ഓളും പറയും, ഉമ്മ ഞാൻ പോയാൽ ദിവസവും വിളിക്കട്ടോ, ഇങ്ങനെയാട്ടോ ഒക്കെ ഓക്കെ. ഉമ്മാര് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും. ഗൾഫ് പോയോള് പിന്നെ വിളിക്കണമെങ്കിൽ ഒക്കെ ഗൾഫിൽ നിന്ന് വിശേഷം ഉണ്ടാവണം. ഒരു 6-ാം മാസം വിശേഷമായാൽ അവിടെ ആളെ കിട്ടൂല നോക്കേ. അത്യാവശ്യം പിന്നെ അവിടെ നല്ല പൈസയും കൊടുക്കണം. ഒരു ഫിലിപ്പൈനി പെണ്ണിനെയൊക്കെ വിളിച്ചുകൊണ്ടോ നോക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു 6 മാസം കഴിയുമ്പോൾ ഒരൊറ്റ വിളി, അമ്മാനമ്മ, ഓ ഞങ്ങളെ സ്വപ്നം കണ്ട്, എന്താ നിങ്ങളെ രാത്രി ഉറക്കത്ത് കണ്ട്. പിന്നെ 1-ാമത്തെ എരടും, ഉമ്മ ദുബായ് കണ്ടില്ലല്ലോ, ഇല്ല, എന്ത് രസം അറിയാം ഉമ്മ, അടി കൂടെ പോകുന്ന ഫ്ലൈറ്റ്, മേലെ കൂടെ പോകുന്ന തീവണ്ടി, ഇതൊക്കെ പറയുമ്പോൾ ഈ സാധുക്കൾ സ്വപ്നം കാണുകയും ചെയ്യും. ആയുസിൽ ഇതൊക്കെ കാണാൻ കിട്ടുന്ന ഭാഗ്യല്ലേ എന്ന്. എന്നിട്ട് പറയുമ്പോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേ, പിയാപ്പിള പറഞ്ഞു നിങ്ങളോടിങ്ങ് പോരെ, പൂത്തിരി കത്തിയില്. അപ്പം ഉമ്മാര് വെറുതെ ചോദിക്കും, വാപ്പയോ? വാപ്പനപ്പം നോക്കാൻ ആളില്ലാത്ത അസാദിയിലോ എന്ന് കിടക്കുന്നുണ്ടാവും. അവസാനം ഉമ്മനെ ഗൾഫ് കൊണ്ടുപോകും, വാപ്പ ഇവിടെ തന്നെ. ഏകദേശം ഗൾഫ് പോയി മോളെ പ്രസവമൊക്കെ എടുത്ത് നല്ല ഭംഗിയിലോളെ നോക്കി തിന്നാൻ കൊടുത്ത് ഓള് പ്രസവിച്ച് 3-ാമത്തെ മാസം തികയുന്ന കുറച്ച് സമയമാകും. നല്ലോണം തടിച്ച് ഉഷാറായി ഉമ്മ പൊന്നുപോലെ മക്കളെ പോലെ നോക്കി. പിന്നെ ആ അമ്മ ഒരു അധികപ്പറ്റായി വരുന്നത് കാണാം. കാരണം ഓം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മയുണ്ട് റൂമിൽ, ഓളൊന്നും തൊടാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഒരു ഫ്രീ കിട്ടുന്നില്ല. അപ്പം എങ്ങനെങ്കിലും ഒരു 3 മാസം കഴിഞ്ഞ് അമ്മനെ നാട്ടിൽ കയക്കണം. ഉടനെ അടുത്ത സ്വപ്നോള് കാണും, ഉമ്മ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട്. ആരമോളെ? വാപ്പനെ. വാപ്പ നാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കല്ലേ. അപ്പോഴേക്കും ഉമ്മാക്ക് പിന്നെയും സങ്കടം. അവസാനം ഉള്ളതെല്ലാം 5 റിയാലിൻ്റെയും 10 റിയാലിൻ്റെയും സർവ്വ സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് ഒരു വലിയ പെട്ടും കെട്ടി സാധുക്കളെ നാട്ടിൽ പറഞ്ഞേക്കും. എല്ലാ മക്കളും നല്ലട്ടോ, അവനാൻ്റെ മുതലാക്കാൻ വേണ്ടി മാത്രം വാപ്പനിമ്മനെ സ്നേഹിക്കുന്നവരുണ്ട്, സ്വത്ത് കിട്ടാൻ വേണ്ടി മാത്രം അഭിനയിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി മാത്രം മുഖത്ത് പുഞ്ചിരി വരുത്തി സബൂറാക്കുന്നവരുണ്ട്. ഉക്കൂക്കല്ലുമ്മഹാത്ത്, സൂക്ഷിക്കണേ. ഏത് നിസ്കാരത്തയമ്പിനും പടച്ചോൻ്റെ മുൻപിൽ വിലല്ലാണ്ടാക്കി കളയും മാതാപിതാക്കളുടെ നെഞ്ചകം. എന്നാലും റബ്ബേ എന്നൊരു സങ്കടം കൊണ്ട് അവർ നമ്മളെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഇതൊക്കെ കേൾക്കുമ്പം ചില വാപ്പാരുമാർ കരുതും ഇതൊക്കെ എൻ്റെ മക്കൾ കേൾക്കേണ്ടിയേനു എന്ന്. എന്നാൽ ഇതേപോലെ തന്നെ രക്ഷിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളെ മക്കളോടും ചില കടമുണ്ട്. ഒരു മക്കളോട് നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. ചെറുപ്പ കാലഘട്ടത്തിൽ തുടങ്ങും ചിലന്മാർ വേർതിരിവ് കാണിക്കാൻ. കൊടുക്കുന്ന കാര്യത്തിൽ, ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, പലഹാരം കൊടുക്കുന്നിടത്തിൽ, അല്ലേ, കല്യാണപ്പുരയിലൊക്കെ പോയി ഉമ്മാക്ക് ഒരു പുതുക്കത്തിന് പോയിട്ട് ഒരു പെട്ടി കിട്ടിയെങ്കിൽ ഉമ്മ കാത്തു വെക്കും. എന്തിന്? ഇളയതിന് കൊടുക്കാൻ. മൂത്തം വന്നിന്ന് എന്താടാ കളിക്കാൻ പോകാനല്ലേ, ആ പോയിക്കോ, എന്തിനാ ഉമ്മക്ക് പെട്ടി എന്നിട്ട് മറ്റേന് കൊടുക്കണം. ചെറുപ്പ കാലഘട്ടം മുതൽക്കേ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ അധ്യാപകനാ. അപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ മീറ്റിംഗ് നടത്തുമ്പം മൂത്ത് നല്ലോണം പഠിക്കും, ഇളയത് ചിലപ്പം അത്ര വിവരം ഉണ്ടാവില്ല. മൂത്തതിന് എല്ലാത്തിലും എക്സാം ഫില്ലായിരിക്കും, ഇളയതിന് അത്ര നമ്മൾ ചോദിക്കും, അല്ല രണ്ടാളും നിങ്ങളെ മക്കൾ തന്നെയല്ലേ? അല്ല അതിൻ്റെ മൂത്ത ഇഞ്ച മാതിരി, ഇളവ് മൂപ്പര മാതിരിയാ. അങ്ങനല്ല, അങ്ങനെ പറയാ. മൂത്തതിന് ഇഞ്ച ബുദ്ധിയാണ് കിട്ടിയത്, ഇളയതിന് മൂപ്പര ബുദ്ധിയാണ് കിട്ടിയത്. ഈ സാധനം ഇങ്ങനെ മുഖത്തേക്ക് നോക്കിക്കണത് കാണാം. ഓരോ മക്കൾക്കും പടച്ചോൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് ഒരിക്കലും വേർതിരിവ് കാണിക്കുന്ന രീതി അത് മക്കൾക്കിടയിലുണ്ട്, മരക്കൾക്കിടയിലുണ്ട്.